മുവാജഹയുടെ വാശിയേറിയ ഈ മത്സരത്തിൽ ഈ റൗണ്ടിൽ ആദ്യമായി പങ്കെടുത്ത ഈ ഗ്രൂപ്പിലെ വ്യക്തി വിജയിക്കുകയും ബാക്കി 2 പേർ പുറത്തു പോവുകയും ചെയ്തു. ഇനി ഒരാൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അദ്ദേഹത്തെ നേരിട്ട് മുവാജഹയുടെ മുഖദ്ദിമ ഒഴിവാക്കിക്കൊണ്ട് മുസാ അലയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. മുസാ അലയിലേക്ക് താങ്കൾക്ക് സ്വാഗതം. പ്രേക്ഷകർക്ക് വേണ്ടി താങ്കളുടെ പേരൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. മുഹമ്മദ് കുഞ്ഞി. വളരെ സന്തോഷം. അതുകൊണ്ട് തന്നെ താങ്കൾ ഇപ്പോഴുള്ളത് മുസാ അലയിലാണ്. താങ്കൾക്ക് ഒരു ഘട്ടം പിന്നിടേണ്ടി വന്നിരിക്കുന്നു. കാരണം താങ്കൾ അവസാനത്തെ ആളായതുകൊണ്ട് മുഖദ്ദിമ ഒഴിവാക്കിക്കൊണ്ട് താങ്കളെ നേരിട്ട് മുസാ അലയിലേക്കാണ് സഹർഷം സ്വാഗതം ചെയ്യുന്നത്. ഇപ്പോൾ താങ്കൾ മുസാ അല എന്ന റൗണ്ടിലാണുള്ളത്. താങ്കളോട് വളരെ ലളിതമായൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. അറഫയിൽ നിൽക്കുന്നതിൻ്റെ സമയം എപ്പോഴാണ്? അല്ലെങ്കിൽ ഏത് ദിവസമാണ് അറഫയിൽ നിൽക്കേണ്ടത്? ഹജ്ജ് ചെയ്യുന്നയാൾ. വളരെ ലളിതമാണ്. ഹജ്ജ് ചെയ്യുന്നയാൾ എപ്പോഴാണ് അറഫയിൽ നിൽക്കേണ്ടത്? ഇനി ഹജ്ജ് ചെയ്യാത്തയാളാണെങ്കിലും ആ ദിനത്തിൽ നാം ഇവിടെയാണെങ്കിലും നോമ്പനുഷ്ഠിക്കൽ പ്രത്യേക സുന്നത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ദിവസം ഏതാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ക്ലൂ വേണോ? ആ ചോദ്യത്തിൽ തന്നെ ഏതാണ്ട് അതിൻ്റെ ഒരു പേരുണ്ട്. ആ ദിനത്തിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ദുൽഹജ്ജ് മാസവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ദുൽഹജ്ജ് മാസവുമായി ബന്ധപ്പെട്ട ഒരു ദിവസമാണ്. ദുൽഹജ്ജ് 1 അല്ല. താങ്കൾ ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദുൽഹജ്ജ് 9 അറഫ ദിനം. പേരിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ പറയാം. കാരണം അറഫ നോമ്പ് നമ്മൾ നോക്കാറുണ്ട്. ദുൽഹജ്ജ് 9 അറഫ നോമ്പ് നോക്കും. അപ്പോൾ ദുൽഹജ്ജ് 9 ഹാജിമാർ അറഫയിൽ നിൽക്കുന്നു. ഇവിടെ ദുൽഹജ്ജ് 9 ആണെങ്കിൽ അന്ന് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കൽ പ്രത്യേക സുന്നത്താണ്. അപ്പോൾ ദുൽഹജ്ജ് 9 അറഫ ദിനം. അതിൻ്റെ സമയം ദുഹർ നമസ്കരിച്ചത് മുതലുള്ള സമയമാണ്. അത് ഇവിടെ ചോദ്യമല്ലാത്തത് കൊണ്ട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊന്ന്, അതുപോലെ തന്നെ വളരെ ലളിതമായൊരു ചോദ്യം. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ഒരു സവിശേഷ പേര്. നേരത്തെ ഒരു എപ്പിസോഡിൽ മറ്റൊരു രീതിയിൽ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ ഊരിപ്പിടിച്ച വാൾ. യെസ്, ഊരിപ്പിടിച്ച വാൾ. അതിന്റെ അറബി പദം താങ്കൾ മറന്നുപോയി. സൈഫുല്ലാഹിൽ മസ്ലൂൽ. അപ്പോൾ താങ്കൾ ഈ കവാടത്തിലുള്ള അഥവാ മുഖദ്ദിമ കഴിഞ്ഞ് മുസാ അലയിലെ 1-ാം ഘട്ടം പിന്നിട്ടിരിക്കുന്നു. ഒരു ചോദ്യത്തിനു കൂടി താങ്കൾ മറുപടി പറയേണ്ടതുണ്ട്. ഒരു ചോദ്യത്തിനു കൂടി താങ്കൾ കൃത്യമായി മറുപടി നൽകേണ്ടതുണ്ട്. എങ്കിൽ താങ്കൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ശത്രുക്കൾ കുരിശിൽ തറച്ച ഒരു പ്രമുഖനായ സ്വഹാബി. ശത്രുക്കൾ അദ്ദേഹത്തെ കൊണ്ടുപോയി ആരവത്തോടുകൂടി വൻ പ്രകടനമായി ചെന്ന് ഒരു വലിയ കുരിശ് നാട്ടി കുരിശിൽ ആണിയടിച്ച് അദ്ദേഹത്തെ വധിച്ചു. സ്വഹാബിയാണ്. ആ സ്വഹാബിയാണ് അദ്ദേഹം. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുരിശിൽ തറച്ചല്ല വധിച്ചത്. ക്ലൂ അദ്ദേഹത്തെ വധിക്കാൻ പിടികൂടി കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങളെ വെറുതെ വിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ എന്തെങ്കിലും ചെയ്യുന്നത് താങ്കൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു സുരക്ഷിതമായ സൗകര്യം നൽകുകയും അള്ളാഹുവിന്റെ പ്രവാചകരുടെ കാലിൽ മുള്ളുകുത്തുകയും ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ എന്തെങ്കിലും ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടില്ല എന്ന് തുറന്നു പറഞ്ഞ പ്രവാചക സ്നേഹത്തിന്റെ പ്രതീകമായിരുന്നു ആ വ്യക്തി. താങ്കൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. ഹുവൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹു. ഹുവൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രകടനമായി ആളുകൾ കൊണ്ടുപോയി പ്രത്യേകമായി കുരിശിൽ നാട്ടി അദ്ദേഹത്തെ വധിച്ചു. ആ സംഭവം ഇസ്ലാമിൽ വളരെ പ്രസിദ്ധമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രവാചക സ്നേഹവും സുവിദിതമാണ്. താങ്കൾ അത് ശ്രദ്ധിക്കാതെ പോയതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനിയുള്ള മത്സരങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഒരു ചോദ്യവും കൂടി, അതോടുകൂടി താങ്കൾക്ക് മുന്നോട്ടോ പിന്നോട്ടോ കാൽവെക്കാം. അടുത്ത ചോദ്യത്തിന് താങ്കൾ ഉത്തരം നൽകുന്നുവെങ്കിൽ മുന്നോട്ട്, ഇല്ലെങ്കിൽ താങ്കൾക്ക് പുറകോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മറുപടി പറയണം. ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു മദായിൻ എന്ന സ്ഥലത്തേക്ക് നിയോഗിച്ച ഒരു ഗവർണർ. മദായിൻ എന്ന പ്രദേശം ഇസ്ലാമിന് കീഴ്പ്പെട്ടപ്പോൾ ആ പ്രദേശത്ത് ഇസ്ലാമിക ഭരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞയച്ച സ്വഹാബി. സൂചന
അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി വളരെ അടുത്തിടപഴകിയ ആളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന പേരൊക്കെ ലഭിച്ച ഒരാളുമായിരുന്നു. അത്രയും പ്രവാചകരുമായി അടുത്തിടപഴകിയിരുന്ന ഒരു സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്ത രഹസ്യ സൂക്ഷിപ്പുകാരനായ സ്വഹാബി എന്നു തന്നെ അദ്ദേഹത്തിന് ചരിത്രത്തിൽ പേർ ഉണ്ട്. ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ താങ്കൾ. അല്ല, ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല. താങ്കൾ ഈ മത്സരത്തിൽ നിന്നും പുറകോട്ട് പോയിരിക്കുന്നു. എങ്കിലും വളരെ സന്തോഷപൂർവ്വം ഈ മത്സരത്തിൽ താങ്കൾ പങ്കെടുത്തതിന് താങ്കളെ അഭിനന്ദിച്ചുകൊണ്ട് അൽസലാമയുടെ ഗിഫ്റ്റ് കൂപ്പൺ താങ്കൾക്ക് വേണ്ടി പ്രത്യേകം സമർപ്പിക്കുന്നു.